ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നല്ല മഴയാണ്. ഇപ്പോൾ മഴ ചോർന്നിട്ടുണ്ട്. പക്ഷേ വെള്ളം റൂഫിൽ നിന്ന് വീഴുന്ന ഒച്ച കേൾക്കാം നമുക്ക്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഔട്ട്ഡോറിലും ഇൻഡോറിലും വെക്കാൻ പറ്റുന്ന ഡ്രസീന ചെടിയെക്കുറിച്ചാണ്. 25ഓളം ഇനങ്ങളിൽപ്പെട്ട ഡ്രസീനി ഉണ്ടെങ്കിലും ഫ്ലോറിഡ ബ്യൂട്ടി എന്ന ഡ്രസീനിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഇതിൻ്റെ വിശേഷങ്ങൾ പറയാൻ ധാരാളം ഉണ്ടെങ്കിലും ആദ്യ വിശേഷം തന്നെ ഈ പഴുത്ത കായയാണ്. ഈ ഒരു കാഴ്ച അപൂർവം തന്നെയാണ്. അതായത് സ്പോട്ടഡ് ലീവ്സോടുകൂടിയ ചെടിയിൽ നല്ല ഓറഞ്ച് നിറത്തിലുള്ള കായ്കൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. ഇത് ഉണ്ടായിട്ട് 3 മാസത്തോളം ആയെങ്കിലും ഈ ശക്തമായ മഴയത്ത് പോലും ഒരു കോട്ടവും തട്ടാതെ ഈ ബുഷി ആൻഡ് ഹെൽത്തി പ്ലാന്റ്സിൻ്റെ ഇടയിൽ ഈ തൂങ്ങിക്കിടക്കുന്ന കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലേ. വളരെ ഈസിയായി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈസി ഗ്രോയിങ് ആണ്, ഈസി കെയറിങ് ആണ്, ലോ മെയിൻ്റനൻസ് ആയി വളർത്താൻ പറ്റുന്ന ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാം. നമ്മുടെ എസ്തെറ്റിക് മൈൻഡ്, കലാബോധം, സൗന്ദര്യബോധത്തിനനുസരിച്ച് എങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് ഡ്രസീന. ഇത് 3 മാസം മുന്നേ, അതായത് മാർച്ച് മാസത്തിൽ നമ്മുടെ മുറ്റത്തെ തുമ്പിനോട് ചേർന്ന് കിഴക്ക് ഭാഗത്തായി അറേഞ്ച് ചെയ്ത് വെച്ച ചെടികളാണ്. ഏത് ചെടിക്കും അതിൻ്റേതായ ഭംഗിയുണ്ടല്ലോ. ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ കായ കാണുന്നത് അപൂർവമാണ്. ഇത് ഫെബ്രുവരി മാസത്തിലേ ഉണ്ടായതാണ്. ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഇതിൻ്റെ കായ കണ്ടിട്ടുണ്ടോ? കോമൺ അല്ലാത്തത് കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും സൂര്യപ്രകാശം അത്യാവശ്യമുള്ള ചെടിയാണ് ഡ്രസീന. ഈ ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക മാത്രമാണ് ഇതിൻ്റെ കെയറിങ്. ഈസി ഗ്രോയിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ബുഷി ആൻഡ് ഹെൽത്തിയായി കാണണമെങ്കിൽ പ്രൂണിങ് ആവശ്യമാണ്. അല്ലെങ്കിൽ ബാമ്പു ചെടി പോലെ 3 മീറ്ററോളം ഹൈറ്റിൽ വളരുന്ന ചെടിയാണ് ഈ ഫ്ലോറിഡ ബ്യൂട്ടി. വളരെ ഈസിയായി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണല്ലോ ഇത്. ഒരു കമ്പിൽ നിന്ന് തന്നെ ഒത്തിരി പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ഗാർഡനിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണിത്. കട്ട് ചെയ്ത ഈ ബ്രാഞ്ചസ് മണ്ണിൽ ഊന്നിക്കൊടുത്തോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചോ വേര് പിടിപ്പിക്കാം. 2-3 ആഴ്ചകൾക്ക് ശേഷം വേര് വരുന്നതായി കാണാം. രണ്ടാഴ്ചയോളായില്ലേ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നത്. അന്ന് പ്രൂൺ ചെയ്ത ചെടികളാണ് നല്ല വെളിച്ചവും വെള്ളവും കിട്ടുന്ന രീതിയിൽ മതിലിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. പറമ്പത്തൊക്കെ പുല്ലും വള്ളികളെല്ലാം വളർന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചെടികളെല്ലാം ഹെൽത്തിയായും ബുഷിയായും ബ്രൈറ്റ്നെസ്സോടെ കാണുന്നുണ്ട്. ഇന്നോ നാളെയോ മുറ്റത്തോ അല്ലെങ്കിൽ ഗാർഡനിലേക്കുള്ള നടപ്പാതയിലേക്കോ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനിടയിൽ അന്ന് മണ്ണിനടിയിൽ ഊന്നിക്കൊടുത്ത ഡ്രസീനയുടെ ബ്രാഞ്ചസിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. ഈ കുറ്റിമുല്ല നട്ടപ്പോൾ മണ്ണ് കയറ്റിക്കൊടുത്ത സ്ഥലത്ത് വെറുതെ ഒന്ന് ഊന്നിക്കൊടുത്തതാണ്. വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ പോട്ടിലേക്ക് മാറ്റാം. ഇന്നൊരു ഗാർഡൻ വീഡിയോ ഇടാൻ തന്നെ കാരണം ഇതുപോലെ ഈസിയായി തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നതും ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കിയാൽ ഒരു ഫംഗൽ ബാധയോ കീടബാധയോ ഏൽക്കാതെ ഈസി കെയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഗാർഡനിൽ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റിയ ഒരു ചെടിയെ ചൂണ്ടിക്കാണിക്കുക എന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. 25 വർഷമായുള്ള എൻ്റെ പ്രായോഗിക അറിവുകൊണ്ട് പറയുകയാണ്, ലോ കോസ്റ്റിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എവർ ലാസ്റ്റിംഗ് പ്ലാന്റ് തന്നെയാണ് ഫ്ലോറിഡ ബ്യൂട്ടി ഡ്രസീന എന്ന ഈ പ്ലാന്റ്സ്. വേര് പിടിച്ച തൈകളെല്ലാം പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പറമ്പിലുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം.
മഴയുടെ പോക്കും വരവും നോക്കി 2 ദിവസമായി കാത്തു നിൽക്കുന്നു. ഈ മുറ്റത്തെ തുമ്പിനോട് ചേർത്ത് വെക്കണോ അല്ലെങ്കിൽ ഗാർഡനിലേക്കുള്ള നടപ്പാതയിൽ സെറ്റ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷൻ തീർന്നിട്ടില്ലെങ്കിലും തൽക്കാലം ഈ രീതിയിൽ വെച്ചിട്ടുണ്ട്. അതായത് എല്ലാകൃതിയിൽ. നമ്മുടെ ഗാർഡനിലേക്ക് പോകുന്ന നടപ്പാതയുടെ വശം ചേർന്ന് റിബൺ ചെടിയുടെ എതിർവശത്തായി റോ ആയി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വൈകുന്നേരമായപ്പോൾ വീണ്ടും ഒന്ന് ആലോചിച്ചു, ഒരു റീഅറേഞ്ച്മെൻറ്റ് കൂടി ആയാലോ? പൂച്ച പ്രസവിച്ചതുപോലെ എന്ന് പറയാറുണ്ടെങ്കിലും അതിനുദാഹരണം എൻ്റെ ഈ പ്രവൃത്തി തന്നെയാണ്. ഹോം എൻട്രൻസ് ഡെക്കറേഷൻ എന്ന രീതിയിൽ മുറ്റത്തെ തുമ്പിനോട് ചേർത്ത് വരി വരിയായി വെച്ചപ്പോൾ ഒരു സംതൃപ്തി, ഒരു സന്തോഷം. ഈ രീതിയിൽ സെറ്റ് ചെയ്തത് എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.